ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വലിയ നോമ്പിന്റെ 14-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ഇന്നത്തെ വേദപഠന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങളാകുന്നു. തന്റെ ശിഷ്യന്മാർക്ക് ദൈവവചനത്തെപ്പറ്റിയും ദൈവരാജ്യ സത്യങ്ങളെ എങ്ങനെ സ്വീകരിക്കണമെന്നതിനെ പറ്റിയും ഉപമകളിലൂടെ ഉപദേശിക്കുന്നതായ കർത്താവിനെയാണ് ഈ വേദഭാഗത്ത് കാണുവാനായി സാധിക്കുന്നത്. 21-ാം വാക്യത്തിൽ കർത്താവ് ചോദിക്കുന്നത്, ആരെങ്കിലും ഒരു വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിലിന് അടിയിലോ വെക്കുമോ എന്നാണ്. വിളക്കിന്റെ ഉദ്ദേശം വെളിച്ചം പകരുക എന്നതാണ്. അത് എല്ലാവർക്കും വെളിച്ചം പകരപ്പെടാനായി ഒരു പീഠത്തിന്മേലാണ് വെക്കേണ്ടത്. കർത്താവിന്റെ വചനം മറച്ചു വെക്കാനുള്ളതല്ല, അത് ലോകത്തിന് വെളിച്ചം പകരുവാനായി ഉള്ളതാണ്. സത്യത്തെ ഒരിക്കലും മറച്ചു വെക്കാനാകില്ല, അത് വെളിച്ചത്ത് വരാനുള്ളതാണ്. ക്രിസ്തീയ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിൽ ഉള്ളതായിരിക്കണം. പരസ്യമായതും ആഴത്തിലുള്ളതും വിശ്വാസത്തിൽ വേരൂന്നിയതുമായ ജീവിതമാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. 23-ാം വാക്യത്തിൽ ദൈവവചനത്തിന്റെ പൊരുൾ എപ്രകാരമാണ് നാം ഗ്രഹിക്കേണ്ടത് എന്ന് കർത്താവ് പ്രബോധിപ്പിക്കുന്നു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് യേശു പറയുമ്പോൾ കേവലം ശബ്ദം കേൾക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ആഴത്തിൽ ചിന്തിച്ച് അത് ജീവിതത്തിൽ പകർത്തുന്നതിനെ പറ്റിയാണ് കർത്താവ് സംസാരിക്കുന്നത്. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും എന്ന് യേശു പറയുന്നു. അറിവാലും കൃപയാലും ജീവിതം നിറയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലാകണം. ശ്രദ്ധയോടും താല്പര്യത്തോടുമുള്ള ദൈവവചന പഠനമാണ് അതിനുള്ള മാർഗം. 25-ാം വാക്യത്തിൽ ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് പറയുന്നു. കേൾവിയിൽ കാഠിന്യമുള്ളതായ വാക്കുകളാണെങ്കിലും ദൈവത്തിൽ നിന്ന് ലഭിച്ച വചനത്തെയും കൃപയെയും ആദരിക്കുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നവന് ദൈവം കൂടുതൽ വെളിപാടുകൾ നൽകും. എന്നാൽ സത്യത്തെ അവഗണിക്കുന്നവർക്ക് തങ്ങൾക്ക് ഉള്ളതായ ചെറിയ അറിവ് പോലും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ സാക്ഷ്യം, വിശ്വാസം മറ്റുള്ളവർക്ക് കൂടി പ്രകാശമാകുവാൻ ഉള്ളതാകണം. ദൈവത്തിന്റെ വചനം പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും ശ്രവിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മളിൽ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുവാനും ലഭിച്ച വെളിച്ചത്തിന് അനുസൃതമായ പ്രവർത്തനം ചെയ്യുവാനും നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ ദൈവിക വെളിച്ചം നമ്മളിൽ നിന്ന് മാറിപ്പോകും. നോമ്പിന്റെ അനുഭവം കഷ്ടതയുടേതല്ല, മറിച്ച് രൂപാന്തരത്തിന്റെയാണ്. നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെടുന്ന ആത്മീയ ഉണർവിനെ പുതുക്കുവാനുള്ള അനുഭവമാണ് നോമ്പ്. കാലത്തിന് അതീതമായ ശക്തിയാണ് സത്യം. ആ സത്യത്തിന്റെ പാതയിൽ മുന്നേറാനുള്ള ആഹ്വാനമാണ് ഓരോ നോമ്പ് ദിനങ്ങളും നമുക്ക് നൽകുന്നത്. നമ്മുടെ മനസ്സുകളിൽ നിന്ന് മാഞ്ഞു പോയതായ സ്നേഹവും സാക്ഷ്യവും സന്നദ്ധതയും തിരികെ കൊണ്ടുവരുവാനായി ഓരോ നോമ്പ് ദിനങ്ങളും ഇടയാകട്ടെ. നമ്മുടെ ജീവിതയാത്രകൾ കർത്താവിന്റെ ജയമുള്ള കുരിശിന്റെ തണലിൽ ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ നിറവാൽ മറ്റുള്ളവർക്ക് കൂടി നന്മ പകരുന്നതായി മാറുവാൻ സാധിക്കട്ടെ. നോമ്പ് ദിനങ്ങൾ അതിന് എല്ലാവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വലിയ നോമ്പിന്റെ നന്മകൾ നേരുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.